ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പൊതുജനങ്ങൾക്ക് ആശ്വാസമായി നിത്യോപയോഗ സാധനങ്ങളുടെ ചരക്ക് സേവന നിരക്കിൽ ഇളവേർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 4 നികുതി സ്ലാബുകൾക്ക് പകരം ഇനി 2 സ്ലാബുകൾ മാത്രം. രാജ്യത്ത് നിർണായക ധാതുക്കൾ ദ്വിതീയ സ്രോതസ്സുകളിൽ നിന്ന് വേർതിരിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള 1500 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളം. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. യമുന നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിൽ ഉയർന്നതിനെ തുടർന്ന് ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ 2ാം സൂപ്പർ 4-ൽ ഇന്ത്യ കൊറിയ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. സാധാരണക്കാർ, തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾ, കർഷകർ, കൃഷി, ആരോഗ്യം തുടങ്ങി സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ചാലക ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചരക്ക് സേവന നികുതി ഘടനയ്ക്ക് അംഗീകാരം നൽകി 56ാമത് GST കൌൺസിൽ യോഗം. 4 നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളുള്ള നികുതി ഘടനയ്ക്കും യോഗം അംഗീകാരം നൽകി. ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലാണ് GST കൌൺസിൽ യോഗം നടന്നത്. സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ് പുത്തൻ തലമുറ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. These reforms have been carried out with a focus on the common man. Every tax levied on common man's daily use items have gone through a rigorous looking into, and in most cases the rates have come down drastically. Labor intensive industries have been given a good support. Farmers and agriculture as a whole will also benefit by the decisions we have taken today. Health related also will benefit. So the key drivers of economy have been given a prominence. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്കും ക്യാൻസർ, അപൂർവ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന 3 മരുന്നുകൾക്കും ചരക്ക് സേവന നികുതി പൂർണ്ണമായി ഒഴിവാക്കി. ഈ മാസം 22 മുതൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്. ടേം ലൈഫ്, യുലിപ്, എൻഡോവ്മെന്റ് പോളിസികൾ തുടങ്ങിയ എല്ലാ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്കും മുതിർന്ന പൌരന്മാർക്കുള്ള പോളിസികൾ, റീ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്കും GST ഒഴിവാക്കൽ അംഗീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. സാധാരണക്കാർക്ക് ഇൻഷുറൻസ് താങ്ങാനാവുന്നതാക്കി മാറ്റുന്നതിനും രാജ്യത്ത് ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. മരുന്നുകൾക്ക് GST 12% നിന്ന് 5%, മെഡിക്കൽ, സർജിക്കൽ, ഡെന്റൽ, വെറ്റിനറി ഉപകരണങ്ങൾക്കുള്ള GST 18% നിന്ന് 5% കുറച്ചതായും ധനമന്ത്രി അറിയിച്ചു. ഹെയർ ഓയിൽ, ടോയ്ലറ്റ് സോപ്പ്, ഷാംപൂ, ടൂത്ത് ബ്രഷുകൾ, ടൂത്ത് പേസ്റ്റ്, സൈക്കിളുകൾ, അടുക്കള ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇനി മുതൽ 5% GST മാത്രമേ ഉണ്ടാകൂ. പാൽ, പനീർ, ലഘുഭക്ഷണങ്ങൾ, ബ്രെഡ് എന്നിവയുൾപ്പെടെ 175 പൊതു ഉപഭോഗ ഇനങ്ങൾക്ക് GST ഒഴിവാക്കി. സോസുകൾ, പാസ്ത, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ചോക്ലേറ്റുകൾ, കോഫി, സംരക്ഷിത മാംസം, കോൺഫ്ലേക്സ്, വെണ്ണ, നെയ്യ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ GST 5% കുറച്ചതായും ശ്രീമതി സീതാരാമൻ പ്രഖ്യാപിച്ചു. എയർ കണ്ടീഷനിംഗ് മെഷീനുകൾ, 32 ഇഞ്ചിൽ കൂടുതലുള്ള ടെലിവിഷനുകൾ, എല്ലാത്തരം ടിവികൾ, ഡിഷ് വാഷിംഗ് മെഷീനുകൾ, ചെറിയ കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ തുടങ്ങിയ വസ്തുക്കളുടെ GST സ്ലാബ് 28% നിന്ന് 18% കുറച്ചതായും മന്ത്രി പറഞ്ഞു. എല്ലാ കാർഷിക ഉപകരണങ്ങളുടെയും GST 12% നിന്ന് 5% കുറച്ചതായും കർഷകർക്കും കാർഷിക മേഖലയ്ക്കും തീരുമാനങ്ങൾ ഗുണം ചെയ്യുമെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച GST പുത്തൻ തലമുറ പരിഷ്കാരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. സാധാരണക്കാർ, കർഷകർ, MSMEകൾ, മധ്യവർഗം, സ്ത്രീകൾ, യുവാക്കൾ എന്നിവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ GST നിരക്കുകൾ കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുതിയ പരിഷ്കാരങ്ങൾ ചെറുകിട വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായ മേഖലയിലെ പ്രവർത്തനം സുഗമമാക്കാനും ഘടനാപരമായ പരിവർത്തനങ്ങൾ കൊണ്ടുവരാനും പുതിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ GST പരിഷ്കാരങ്ങളെക്കുറിച്ച് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ദീപാവലി മുതൽ ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നിർണായക ധാതുക്കൾ ദ്വിതീയ സ്രോതസ്സുകളിൽ നിന്ന് വേർതിരിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശേഷി വികസനത്തിനായി 1500 കോടി രൂപയുടെ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 2025-26 സാമ്പത്തിക വർഷം മുതൽ 2030-31 സാമ്പത്തിക വർഷം വരെയുള്ള 6 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. നിർണായക ധാതുക്കളുടെ ആഭ്യന്തര ശേഷിയും വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്.
വ്യവസായത്തിനായി നിർണായക ധാതുക്കൾ ലഭ്യമാക്കാൻ ഒരു നിശ്ചിത കാലയളവ് ആവശ്യമാണ്. ഹ്രസ്വകാലത്തേക്ക് വിതരണ ശൃംഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനുള്ള മാർഗം ദ്വിതീയ സ്രോതസ്സുകൾ പുനഃചംക്രമണം ചെയ്യുക എന്നതാണ്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 20 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. സുക്മയിലെ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലാണ് 9 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് സംഘം കീഴടങ്ങിയത്. ഇവർക്ക് 33 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് നിരവധി അക്രമ സംഭവങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതായി പോലീസ് സൂപ്രണ്ട് കിരൺ ചവാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വഡേഫുളുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജർമ്മനിയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 25 വർഷം ആഘോഷിക്കുകയാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വ്യാപാരം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത, ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ദൈവത്തിന്റെ സ്വന്തം നാട്. ഇന്ന് ഉത്രാടം. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി എത്തുന്ന പൊന്നോണ നാളുകളിലെ ഒന്നാം ഓണദിനമാണ് ഉത്രാടം. തിരുവോണം കെങ്കേമമാക്കാനുള്ള ഓണക്കോടിയും സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങളുമെല്ലാം വാങ്ങുന്ന അവസാനവട്ട ഉത്രാട പാച്ചിലാണ് ഇന്ന് മലയാളികൾ. ഓണസദ്യയ്ക്കുള്ള ഉപ്പേരി, പുളിയിഞ്ചി, അച്ചാറുകൾ എന്നിവയും ഉത്രാട ദിനത്തിൽ തന്നെ തയ്യാറാക്കി വെക്കും. ഇത്തവണ അത്തം 11-നാണ് തിരുവോണം എന്ന പ്രത്യേകതയുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്നലെ തുടക്കമായി. ഈ മാസം 9 വരെ 33 വേദികളിലായി വൈവിധ്യമാർന്ന പരിപാടികളുമായാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. സമാപന ദിനത്തിൽ നടക്കുന്ന ഓണം ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. ഉത്രാട ദിനമായ ഇന്ന് സപ്ലൈകോയിൽ തിരഞ്ഞെടുത്ത സബ്സിഡി ഇതര സാധനങ്ങൾക്ക് 10% വരെ വിലക്കുറവ്. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ നൽകുന്ന ഓഫറിനും വിലക്കുറവിനും പുറമെയാണിത്. അരി, എണ്ണ, സോപ്പ്, നെയ്യ്, ഡിറ്റർജന്റുകൾ, ശബരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവ് ലഭിക്കും. യമുന നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിൽ ഉയർന്നതിനെ തുടർന്ന് ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വെള്ളപ്പൊക്കം ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 600-ലധികം ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വടക്കു പടിഞ്ഞാറൻ മേഖലയിലുടനീളം മഴ തുടരുന്നതോടെ നിരവധി സംസ്ഥാനങ്ങളിൽ വ്യാപക നാശനഷ്ടം. ജമ്മുകശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ ഒന്നിലധികം മേഘ വിസ്ഫോടനങ്ങൾ നിരവധി പേരുടെ മരണത്തിന് കാരണമാകുകയും അനവധി ആളുകളെ കാണാതാവുകയും ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും 9 പേർ മരിക്കുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പഞ്ചാബിൽ കനത്ത മഴയും അണക്കെട്ടുകളിൽ നിന്നുള്ള അധിക ജലം തുറന്നുവിടുന്നതും കാരണം വെള്ളപ്പൊക്കമുണ്ടായി. 37 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 3 പേരെ കാണാതായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ജില്ലകളായ രുദ്രപ്രയാഗ്, ബാഗേശ്വർ, തെഹ്രി, ചമോലി എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. ജമ്മുകശ്മീരിൽ വർദ്ധിച്ചുവരുന്ന ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി റിയാസി ജില്ലയിലെ സലാൽ അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പഞ്ചാബിലെ വെള്ളപ്പൊക്ക ബാധിത മേഖല സന്ദർശിക്കും. അമൃത്സർ, ഗുരുദസ്പൂർ, കപൂർത്തല എന്നീ ജില്ലകളിൽ വെള്ളപ്പൊക്കം കൂടുതലായി ബാധിച്ച ഗ്രാമങ്ങളാണ് കേന്ദ്രമന്ത്രി സന്ദർശിക്കുക. ദുരിതബാധിതരെയും അദ്ദേഹം കാണും. സന്ദർശനത്തെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേരും. ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ 2ാം സൂപ്പർ 4-ൽ ഇന്ത്യ കൊറിയ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇന്നലെ രാത്രി ബീഹാറിലെ രാജ്ഗീർ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം 2-2 സമനിലയിൽ അവസാനിച്ചതോടെ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് ലഭിച്ചു. ഇന്നലെ നടന്ന ആദ്യ സൂപ്പർ 4 മത്സരത്തിൽ ചൈനയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മലേഷ്യ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 7:30 നടക്കുന്ന അടുത്ത സൂപ്പർ 4 പോരാട്ടത്തിൽ ഇന്ത്യ മലേഷ്യയെ നേരിടും. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ന് ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ തുടക്കം. ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ 20-അംഗ സംഘം മത്സരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജനങ്ങൾക്ക് ആശ്വാസമായി നിത്യോപയോഗ സാധനങ്ങളുടെ ചരക്ക് സേവന നിരക്കിൽ ഇളവേർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 4 നികുതി സ്ലാബുകൾക്ക് പകരം ഇനി 2 സ്ലാബുകൾ മാത്രം. രാജ്യത്ത് നിർണായക ധാതുക്കൾ ദ്വിതീയ സ്രോതസ്സുകളിൽ നിന്ന് വേർതിരിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള 1500 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളം. ഇന്ന് ഒന്നാം ഓണം. ഉത്രാട പാച്ചിലിൽ മലയാളികൾ. യമുന നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിൽ ഉയർന്നതിനെ തുടർന്ന് ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ 2ാം സൂപ്പർ 4-ൽ ഇന്ത്യ കൊറിയ മത്സരം സമനിലയിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.